അപ്പോൾ അതിന് മുമ്പ് അത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് അവർ വലിയ ടോർച്ചായിട്ട് വന്നു. ഞങ്ങൾ ഇവിടെയൊക്കെ അടിച്ചു നോക്കി. അവിടെ എത്തുമ്പോഴേക്കും വീണ്ടും അനക്കം ശക്തമായി ആ ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾ പിന്നെ നോട്ടം നിർത്തി. പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പേടിയായി. പക്ഷേ ഇപ്പോൾ സാറ് പറഞ്ഞു ഇവിടെ 5-8 പട്ടികൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരൊറ്റ പട്ടി ഇപ്പോൾ ഗ്രൗണ്ടിലില്ല. ഇത് കടന്നു പോയി ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് കവര വന്നപ്പോഴേക്കും ഞങ്ങൾ റോഡിലോട്ട് എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇവിടെ രൂക്ഷമായ ഗന്ധം എന്ന് വെച്ചാൽ നമ്മളൊരു ചീഞ്ഞ ഇറച്ചി ഒരു 2-3 ദിവസമായി ഇറച്ചീൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ലായിരുന്നു ഇത് കടന്നുപോയ വഴിക്ക് ഒരു 10-15 മിനിറ്റ് നേരം ആ ഗന്ധം ഭയങ്കരമായിട്ട് നിന്നിരുന്നു. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ പുൽപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്താണ്. പുൽപ്പള്ളിയിൽ നമ്മൾ ഒരു മാസം മുന്നേ അമരക്കുനി എന്ന് പറയുന്ന പ്രദേശത്ത് നമ്മൾ ഒരു കടുവയുടെ വിഷയമൊക്കെ നമ്മുടെ ചാനലിൽ കൂടെ കുറേയധികം എപ്പിസോഡുകൾ കാണിച്ചതാണ്. അമരക്കുനി ഭാഗത്തിറങ്ങിയ കടുവ ഒരു 8-10 ദിവസം ജനങ്ങളെ മുഴുവൻ വലച്ചുകൊണ്ട് ഈ പ്രദേശത്തുള്ള ആളുകളെയൊക്കെ മുൾമുലയെ നിർത്തിക്കൊണ്ട് വലിയ തോതിലുള്ള ഒരു പ്രശ്നമായിരുന്നു ഇവിടെയെല്ലാം. കുറേ ആടുകളെയൊക്കെ പിടിച്ച് ആ എപ്പിസോഡൊക്കെ നമ്മൾ പലരും കണ്ടിട്ടുണ്ടാവും. കാണാത്തവർ ജസ്റ്റ് കുറച്ച് ബാക്കോട്ടൊന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ആ ഒരു എപ്പിസോഡുകൾ കാണാനായിട്ട് പറ്റും. ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് പുൽപ്പള്ളി തന്നെയാണ്. ഇവിടെ പുൽപ്പള്ളി ടൗണിനോട് ചേർന്നുള്ള താഴേങ്ങാടി എന്ന് പറയുന്ന പ്രദേശത്ത് കടുവയെ കണ്ടു എന്നുള്ള രീതിയിൽ ഒരു വാർത്ത വരുന്നുണ്ട്. അത് ഒരു വീട്ടുകാരാണ് കണ്ടത്. അപ്പോൾ നമുക്ക് ഏതായാലും അവരോട് ചോദിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് സ്ഥിരീകരണം കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പോൾ സ്ഥിരീകരണം വന്നാലേ നമുക്കത് ഉറപ്പാക്കി പറയാൻ പറ്റുള്ളൂ. പക്ഷേ ഏതായാലും നമുക്കിനി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവരെന്താണ് കണ്ടതെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ നമുക്ക് ആ വീട്ടുകാരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ബാബു. ഇവിടെ എപ്പോഴാണ് സംഭവം? ഇത് രാത്രി 9:30 മിനിഞ്ഞാന്ന് വൈകുന്നേരം ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് സാധാരണ ഞാൻ ഈ മുറ്റത്ത് കൂടി ഇങ്ങനെ നടക്കാറുണ്ട്. അപ്പം ഭക്ഷണം കഴിച്ച് ഞാനിങ്ങനെ അവിടെ നിന്ന് നടക്കാനായിട്ട് ഇറങ്ങി. എൻ്റെ പുറകുവശത്ത് നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് എൻ്റെ തൊട്ടപ്പുറത്തെ ഫ്ലോട്ട് ഇങ്ങനെ കാലിയായി കിടക്കുന്ന സ്ഥലമാണ് 10 സെൻറ്റ്. അപ്പോൾ അവിടെ നിന്ന് ഒരു ചെറിയ അസ്വാഭാവികമായൊരു അനക്കോ ഒച്ചയും നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം ഇവിടെ എന്താണെന്ന് വെച്ചാൽ നിലവിൽ ഈ പട്ടിയോ മറ്റ് പശുക്കളോ കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ അത്തരത്തിലുള്ള ഒരു അനക്കം എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിക്കും. അപ്പോൾ പക്ഷേ ഇരുട്ടായതുകൊണ്ട് ഞാൻ കണ്ടില്ല. അപ്പോൾ ഞാൻ പിന്നെ അത് പൂച്ചയായിരിക്കും എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ആ ഒച്ച കണ്ട് ഞാൻ മുന്നോട്ട് വീണ്ടും എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലോട്ട് നടക്കുന്ന സമയത്ത് ഈ ഓലയിൽ ചവിട്ടുമ്പോൾ ഒതുങ്ങുന്ന ഒരു നന്നായിട്ട് അമരുന്നൊരു ശബ്ദം കേട്ടു. അപ്പോൾ ഞാൻ എൻ്റെ ഫ്രണ്ടിലെത്തി. ഞാൻ എന്തായിരിക്കും എന്ന് ഓർത്ത് ഞാൻ ജസ്റ്റ് എൻ്റെ മതിലിൻ്റെ സൈഡിൽ കൂടി സൈഡിലേക്ക് നോക്കുമ്പോഴാണ് കറക്റ്റ് ഇവിടെ നിന്ന് നേരെ നമ്മുടെ ഈ റോഡ്, ഇതൊരു 10-12 അടി വീതിയുള്ള റോഡല്ലേ, ഈ റോഡിൽ കൂടി ഈ സംഭവം അല്ല ഇവിടുന്ന് ഈ തെങ്ങിൻ്റെ ഇവിടുന്ന് ഇതാണ് വഴി. കറക്റ്റ് ആ ഇലക്ട്രിസിറ്റി ഓഫീസിൻ്റെ ഇത് കണ്ടോ, ഇവിടുന്ന് നേരെ ക്രോസ് ചെയ്തു. ക്രോസ് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടൊരു സ്പോട്ട് ലൈറ്റ് ഉണ്ട് KCB-കാരുടെ. അപ്പോൾ ഈ സ്പോട്ട് ലൈറ്റ് ഇങ്ങോട്ട് ഇട്ട് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ നമുക്കിതിൻ്റെ ഡിസൈനോ കാര്യങ്ങളോ കൃത്യമായിട്ട് കാണില്ല, കാരണം അത് കണ്ണിലേക്ക് കുത്തും. പക്ഷേ എനിക്ക് അവിടെ ഹൈറ്റ് ആയതുകൊണ്ട്, സ്ഥലം ഹൈറ്റ് ആയതുകൊണ്ട് ഇതിൻ്റെ നീളവും വലുപ്പവും നമുക്ക് എന്താണ് വ്യക്തമാണ്, നമുക്ക് മനസ്സിലാവും. അത് മറ്റേ ഡിസൈനൊക്കെ മനസ്സിലാവണമെന്ന് വെച്ചാൽ അത് ലൈറ്റ് നേരെ ഇങ്ങനെ എൻ്റെ വീട് ലക്ഷ്യമായിട്ടാണ് ലൈറ്റ് ഇരിക്കുന്നത്. ലൈറ്റ് എന്ന് പറഞ്ഞാൽ ആ ലൈറ്റ് അവിടെ ഒരു ഫോക്കസ് ലൈറ്റ് ഉണ്ട്, അതിപ്പോൾ അവർ ജസ്റ്റ് അങ്ങോട്ട് മാറ്റി തരും ഡയറക്ഷൻ. അപ്പോൾ ഞങ്ങളങ്ങനെ ഇവിടെ എത്തിയപ്പോൾ ഞാൻ എന്താക്കി, പെട്ടെന്ന് കുടുംബാംഗങ്ങളെ പെട്ടെന്ന്, അപ്പോൾ എൻ്റെ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയാണ്, കുടുംബാംഗങ്ങളെ പെട്ടെന്ന് ഞങ്ങൾ വിളിച്ചു. അപ്പോൾ എൻ്റെ മക്കളും എൻ്റെ ഭാര്യയൊക്കെ കൂടി ഇറങ്ങി വന്നു. അപ്പോഴേക്കും ഇതങ്ങ് കടന്നു പോയി, വാടകേൻ്റെ അങ്ങോട്ട് എത്തി. അപ്പോൾ ഞങ്ങൾ ഒരു താവോട്ട് ഇറങ്ങി പോയിന്ന്. അപ്പോൾ ഞങ്ങൾ മുറ്റത്ത് നിന്ന് വർത്താനം കൊണ്ടിരുന്നപ്പോഴേക്കും ഈ പെട്ടെന്ന് കാടിളക്കി എന്ത് ചെയ്തു, ഈ സാധനം നേരെ ഇതിലിങ്ങോട്ട് വട്ടം കടന്നു, ഈ ഇഞ്ചമുള്ളിൻ്റെ പുറകിൽ കൂടി. അപ്പോൾ ഈ വട്ടം കടന്ന സ്പീഡ് കണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു, ചാടി പെരക്കാതെ കയറി വാലടച്ചു. വാലടച്ചാകുമ്പോൾ ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിലെ ജീവനക്കാരെ മറ്റവരൊക്കെ വിളിച്ചു. അപ്പോൾ എല്ലാവരും പിന്നെ പേടിച്ചിട്ടൊരു 10-15 മിനിറ്റ് നേരത്തേക്ക് ആരും ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങില്ല. അതേപ്പോൾ അവരുടെ അടുത്ത് വലിയ ടോർച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് റേഞ്ചർക്ക്, അതിനുശേഷം ഞങ്ങൾ റേഞ്ചർക്ക് ഇതിൻ്റെ ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അപ്പോൾ അതിന് മുമ്പ് അത് കഴിഞ്ഞപ്പോഴേക്കും തന്നെ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് അവർ വലിയ ടോർച്ചായിട്ട് വന്നു. ഞങ്ങൾ ഇവിടെയൊക്കെ അടിച്ചു നോക്കി. അവിടെ എത്തുമ്പോഴേക്കും വീണ്ടും അനക്കം ശക്തമായി ആ ഭാഗത്ത്. അപ്പോൾ ഞങ്ങൾ പിന്നെ നോട്ടം നിർത്തി. പിന്നെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പേടിയായി. പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോഴേക്കും ഫോറസ്റ്റിൽ നിന്ന് ഒരു 3 ജീവനക്കാർ വന്നു. അവർ ടോർച്ച് അടിച്ച് അവിടെ നോക്കുമ്പോൾ പിന്നെ അവിടെ സാന്നിധ്യം കണ്ടില്ല. പിന്നെ ഇന്നലെ വന്ന് പിന്നെ അവർ RRT സംഭവമല്ലേ ഇപ്പോൾ പറഞ്ഞേ, ഞങ്ങൾ മിനിഞ്ഞാന്ന് രാത്രി വരെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഒരു 12-1 മണിയായപ്പോഴേക്കും ഞങ്ങൾ കിടന്നു. പിന്നെ പിറ്റേ ദിവസം രാവിലെ പിന്നെ നമ്മുടെ ഈ RRT ടീമാണെന്ന് എനിക്കൊന്ന് ഫോറസ്റ്റിൻ്റെ കുറച്ച് ജീവനക്കാരോട് വന്നു. അവരോടൊക്കെ നിരീക്ഷിക്കുമ്പോഴും ഈ നന്നായി ഉണങ്ങിക്കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഇതിൻ്റെ കാല് പതിയാനുള്ളൊരു സംവിധാനം കാണുന്നില്ല. അങ്ങനെ തിരിച്ചുപോയി. പിന്നെ അത് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ റേഞ്ചർ വന്നു. പുള്ളിക്കാരൻ രാജീവ് സാറ് നല്ലയാളായിരുന്നു. പുള്ളിക്കാരൻ വന്ന് എനിക്കൊരു ഷോപ്പുണ്ട് ടൗണിൽ. അപ്പോൾ അവിടെ ഒന്ന് കണ്ട് സംസാരിച്ചു. പിന്നെ പുള്ളിക്കാരൻ്റെ വണ്ടിയിൽ വന്നു. ഞങ്ങൾ ഇവിടെ നിരീക്ഷിച്ചു. ഈ അമൃത സ്കൂളിൻ്റെ നേരെ
അപ്പുറത്തേക്ക്. അപ്പോൾ ഇവിടെ സ്കൂളുണ്ടല്ലേ, ഇത് തൊട്ടടുത്ത് പുറകിൽ സ്കൂളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താക്കിയെന്ന് വെച്ചാൽ ഞാൻ പിന്നെ അവരെ ആ വിവരം അറിയിച്ചു. കാരണം പിറ്റേ ദിവസം രാവിലെ 7:00 ആകുമ്പോഴേക്കും ചെറിയ പിള്ളേരുകളൊക്കെ സ്കൂളിൽ വരാൻ തുടങ്ങി. അങ്ങനെ പിന്നെ സാറ് എന്താണ് സ്കൂളിൽ ഇന്നലെ അവധി കൊടുത്തു. അപ്പോൾ അതിനുശേഷം റേഞ്ചിൽ വന്നു. അപ്പോൾ നോക്കി ഞങ്ങൾ അമൃത സ്കൂളിൻ്റെ അങ്ങേ ചെരുവെന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈ പറമ്പുകൾ വെട്ടിത്തെളിക്കാതെ കിടക്കുന്നതാണ്. അപ്പോൾ അവിടെ വന്നിട്ട് ഇന്നലെ രാത്രി തന്നെ അവരെന്താണ് ഉത്സാഹിച്ച് 2 ക്യാമറ അവിടെ വെച്ചു. ഇപ്പം രാവിലെ വന്നിട്ട് 1 ക്യാമറ ഇപ്പം എൻ്റെ വീടിൻ്റെ പിന്നെ അവിടെ റബ്ബർ തോട്ടത്തിൽ വെച്ചു. അന്ന് കാരണം വെച്ചാൽ ഇന്നലെ നമ്മളിത് പറയുന്നത് ഒരു ആളുകൾ ആശങ്കപ്പെടാൻ വേണ്ടിയിട്ട് പറയുന്നൊരു കാര്യമല്ല. ഇന്നലെ ഞങ്ങൾ നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഈ റബ്ബർ തോട്ടത്തിൻ്റെ ഭാഗം കണക്കാക്കിയിട്ട് അമൃത സ്കൂളിൻ്റെ താഴ്ഭാഗം കണക്കാക്കിയിട്ട് ഈ കിളികളുടെ ഭയങ്കരമായ അസ്വാഭാവികമായിട്ടുള്ള കരച്ചിലും ബഹളം എല്ലാം കൂടി കണ്ടു. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ഈ ഞങ്ങൾക്ക് അതൊരു 10:30-10:45 തുടങ്ങിയിട്ട് രാത്രി ഒരു 12 മണി വരെ ഉണ്ട്. ഞങ്ങളൊക്കെ 12 മണിക്കാണ് പിന്നെ ഉറങ്ങിയത്. അപ്പോൾ ഈ കിളികൾ അസ്വാഭാവികമായിട്ട് കരയുകയും പിന്നെ മരത്തിൽ നിന്ന് താഴെ പോവുകയും പിന്നെ നിലത്തിട്ട് എന്തോ പിടികൂടുന്നതായ അത്. അപ്പം നമുക്ക് പക്ഷേ എൻ്റെ വീട്ടിൽ വലിയ ടോർച്ച് അടിച്ച് നോക്കാനില്ല. അപ്പോൾ ഞങ്ങൾ ജനലിൽ കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒച്ചയും ഈ ബഹളവും ഇതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ ഞാൻ പിന്നെ അത് പറയാൻ പോയില്ല. കാരണം വെച്ചാൽ ഇനി അതൊരു പാനിക്കാവുന്ന സിറ്റുവേഷൻ ഉണ്ട്. അപ്പോൾ എന്താണെങ്കിലും റേഞ്ചർ സാറിനോട് വിളിച്ചു പറഞ്ഞു. പുള്ളിക്കാൻ രാവിലെ തന്നെ കൊണ്ടുവന്ന് എന്താണെങ്കിലും ആളെ വിട്ട് അവിടെ കൊണ്ട് ക്യാമറ വെച്ചിട്ടുണ്ട്. അങ്ങനെ ഇന്നും അപ്പോഴേക്കും 1 ക്യാമറയും കൂടി എന്ത് ചെയ്തു, ഞങ്ങളുടെ വീടിൻ്റെ ആ പുലിയുടെ സാന്നിധ്യം ലാസ്റ്റ് കണ്ട ആ ഭാഗത്ത് ഇവിടെ ഒരു ക്യാമറ വെച്ചു. അമൃത സ്കൂളിൻ്റെ താഴ്ഭാഗത്ത് 2 ക്യാമറയും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ വന്ന് സ്ഥാപിച്ചിട്ടുണ്ട്. അത് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ ആശ്വാസമുള്ള കാര്യമാണ്. പെട്ടെന്ന് തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് പറ്റുന്നൊരു ആക്ഷൻ അവർ എടുത്തു എന്നുള്ളത് ഞങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതേപോലെ ഞങ്ങൾക്ക് ആ പ്രദേശവാസികൾ വരാനുള്ള മുമ്പ് ഇവിടെയൊക്കെ ഈ പട്ടിയുടെ ശല്യം ഭയങ്കരമായിരുന്നു. ഒരു 8-10 ഈ നാടൻ ഈ തിരുവട്ടികളുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് ഇപ്പോൾ ഞാൻ അമൃത സ്കൂളിലെ പ്രിൻസിപ്പാളായിട്ട് സംസാരിച്ചപ്പോഴും സ്കൂൾ ഗ്രൗണ്ടിലൊക്കെ ഞങ്ങൾ നടക്കാൻ പോകുമ്പോൾ രാവിലെ പോകാറില്ലായിരുന്നു, അവിടെ പട്ടി കൂട്ടം കൂടുന്നുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താണെങ്കിലും ഒരു 1.5 മാസമായിട്ട് ഈ പട്ടി എന്ന് പറയുന്ന സാധനം ഞങ്ങളുടെ ഏരിയയിൽ ഒരൊറ്റ സ്ഥലത്തുമില്ല. അപ്പോൾ ഞങ്ങളിപ്പം ഇത് കടുവയാണോ പുലിയാണോ എന്നുള്ള ഈ കൺഫ്യൂഷൻ ഇതിനെക്കുറിച്ച് വന്നപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാവുന്നൊരു കാര്യം എന്താ, ഒരു പക്ഷേ ഇത് കുറേ നാളായിട്ട് ഇതിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവും. ഞാൻ കണ്ടത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആകുമ്പോഴാണ്. കാരണം പിന്നെ എന്തെങ്കിലും ഈ ഏരിയയിൽ ഒരൊറ്റ പട്ടിയും വന്നിട്ടില്ല. അപ്പം ഇവരൊക്കെ പട്ടീനെയൊക്കെ നന്നായി പിടിക്കുന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോൾ ഇതിൻ്റെ സാന്നിധ്യം മുമ്പ് ഇവിടെ ഉണ്ടെന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ ഇപ്പോഴും ഇതിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഏതാണ്ട് നമ്മളെ സംബന്ധിച്ച് ഉറപ്പാണ്. ഇപ്പോൾ എന്താണ് വനംവകുപ്പ് ക്യാമറ വെച്ചിട്ടുണ്ട്. ഒരു 6-7 ദിവസം കൊണ്ടൊക്കെ അതിൻ്റെ സാന്നിധ്യം നമുക്ക് ചില ഒരുപക്ഷെ അവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് വിചാരിക്കുന്നു. എന്താണെങ്കിലും ഇത് ടൗണിൽ നിന്ന് ഏറ്റവും അടുത്താണ്. ഇതിൻ്റെ തൊട്ട് ചേർന്നാണ് ഇത് പഞ്ചായത്ത്, പിന്നെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ, ട്രഷറി, ഇത് പിന്നെ ഇലക്ട്രിസിറ്റി ഓഫീസ്, ഏതാണ്ട് 1000-ഓളം പിള്ളേർ പഠിക്കുന്ന അമൃത സ്കൂള്, അങ്ങനെ ടൗൺ തന്നെയാണ് ഇത് ശരിക്കും. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു സാന്നിധ്യം ഉണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വളരെ ആശങ്കപ്പെടുന്നൊരു സാഹചര്യമാണ് അപ്പോൾ നിലവിലുള്ളത്. അതുപോലെ കൃഷിഭവൻ, സാമൂഹ്യക്ഷേമ വകുപ്പിൻ്റെ ഓഫീസ്. അപ്പോൾ ഈ ശരിക്കും പറഞ്ഞാൽ ഗവൺമെൻറ് ഹോസ്പിറ്റലും ഈ ട്രഷറി ഇവിടെയൊക്കെ ആയിട്ട് സ്കൂളിലൊക്കെ ആയിട്ട് പറഞ്ഞാൽ ഏതാണ്ട് ഒരു 10,500 കുട്ടികളും മുതിർന്നവരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം വന്നിറങ്ങി പോകുന്നൊരു ഏരിയയാണ്. അതുപോലെ ഇതിൻ്റെ 200 മീറ്റർ താഴെയാണ് ബീവറേജ്. അവിടെയും ധാരാളം ആളുകൾ വരുന്നുണ്ട്. ഇതേപോലെ തന്നെ അനുഭവം പറയുകയാണെങ്കിൽ ഒരു 2-3 മാസം മുമ്പ് എൻ്റെ ഭാര്യയുടെ കൂട്ടുകാർ ബീവറേജ് ജീവനക്കാർ ദീപ ഈ ബീവറേജ് ക്ലോസ് ചെയ്ത് വണ്ടി എടുക്കാൻ നേരത്ത് ബീവറേജിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് ഇതേപോലെ കടുവനെ കൊണ്ട് അവരപ്പം തന്നെ അതെടുത്ത് സോഷ്യൽ മീഡിയയിൽ കിട്ടിയിരുന്നു. വീഡിയോ കിട്ടിയിരുന്നു. പക്ഷേ വീഡിയോ കിട്ടി, അത് കാറിൽ കയറിയിരുന്ന് കാർ സ്റ്റാർട്ടാക്കി ലേറ്റ് ഇടുന്ന സമയത്താണ് ഇതേപോലെ തന്നെ ഞങ്ങളുടെ ഇതിൻ്റെ ഇവിടുന്ന് ഒരു 100 മീറ്റർ താഴോട്ട് ഇറങ്ങിയാൽ സെയിം ഡയറക്ഷനിൽ അത് അവിടെ നിന്ന് ജഡേറ്റിങ്ങ അമ്പലത്തിലേക്ക് അവർ കാറിന് ലേറ്റിട്ട് അവർ കണ്ടതാണ്. പക്ഷേ പലപ്പോഴും ഇതിനകത്ത് പറ്റുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത്തരം ഈ സാന്നിധ്യങ്ങളും കാഴ്ചകളും ഉണ്ടെങ്കിൽ ആളുകൾ പറയാൻ പഠിക്കുന്നത്, ഈ പറയുന്നവരെ പിന്നീട് കളിയാക്കുന്ന ചില സാഹചര്യവും ചില ആളുകൾ ഇതിനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ പേപ്പറിലും കണ്ടല്ലോ. ചിലർ എഡിറ്റ് ചെയ്തും അങ്ങനെയൊക്കെ ചെയ്യുന്ന പ്രശ്നമുണ്ട്. പക്ഷേ ചിലർ ശരിക്കും ഇത് കണ്ടാൽ പോലും ചിലപ്പോൾ എന്ത് ചെയ്യുന്നില്ല. ഞാൻ തന്നെ ആദ്യം ഇത് പറയാൻ പഠിച്ചു. പക്ഷേ അമൃത സ്കൂൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഞാൻ ഇവരും പുറത്തേക്ക് പറഞ്ഞത്. കാരണം നമ്മുടെ കൊച്ചുങ്ങൾക്ക് എന്തെങ്കിലും പറ്റിയാൽ പിന്നെ നമ്മൾ അറിഞ്ഞൊരു പേര് അറിയിക്കാതെ പോയിരുന്ന വിഷമം നമുക്ക് അതിനകത്ത് ഉണ്ടാവരുത്. അല്ലെങ്കിൽ നമുക്കും അറിയാം ഇത് പറഞ്ഞു കഴിയുമ്പോൾ ആളുകൾ വ്യത്യസ്തമായ അഭിപ്രായത്തിൽ അത് പൂച്ചേനെയാണോ കണ്ടത്, ചില പട്ടീനെ ആയിരിക്കും കണ്ടത് എന്നുള്ള രീതിയിലേക്ക് നമ്മളെ ഈ കണ്ട ഒരാൾ മാറി നിൽക്കുക, കേട്ടൊരാൾ പറയട്ടെ എന്ന് പറഞ്ഞ സ്ഥിതി ഉണ്ടല്ലോ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ശരിക്കും നമ്മുടെ കാഴ്ചയിൽ നമ്മൾ ശരിക്കും കണ്ടൊരു കാര്യമാണ്. എന്താണ് ഇതിൻ്റെ സാന്നിധ്യം ഇവിടങ്ങളിൽ ഉണ്ടെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അല്ല, ചേട്ടന് ഈ കടുവേനെയും പുലിയെയും തിരിച്ചറിയാൻ പറ്റിയല്ലേ? അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഇവിടെ ഈ പ്രദേശങ്ങൾ പൊതുവേ ഈ കടുവയുടെ സാന്നിധ്യം ആയതുകൊണ്ട്, നമ്മളിപ്പോൾ ഉള്ള സത്യം പറയാമല്ലോ, കടുവയുടെ സാന്നിധ്യം ആയതുകൊണ്ട് ഈ ഒറ്റ കാഴ്ചയിൽ നമുക്ക് പെട്ടെന്ന് കടുവ എന്നൊരു ഫീലിംഗ് ആണ് അതിലുണ്ടായത്. പക്ഷേ ഞാൻ ഇന്നലെ റേഞ്ചറുമായിട്ട് സംസാരിക്കുകയും റേഞ്ചർ നല്ല പക്വതയുള്ള നല്ലൊരു മനുഷ്യനായതുകൊണ്ട് അദ്ദേഹം എന്നോട് അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും ഇഞ്ച് ബൈ ഇഞ്ച് ചോദിച്ചു. അപ്പോൾ ഇഞ്ച് ബൈ ഇഞ്ച് കാര്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് അത് പുലി ആവാനാണ് സാധ്യത എന്ന് റേഞ്ചറുടെ ഒരു അഭിപ്രായം. കാരണം ഇത്
ഒരു 8 മണിയോടുകൂടി എൻ്റെ വീടിൻ്റെ മുൻഭാഗത്തായിട്ട് എൻ്റെ ചലനം എൻ്റെ ഭാര്യയും മകനും എന്ത് ചെയ്യുന്നുണ്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവർ ഗ്യാസ് കുറ്റി രാത്രി അവിടെ എടുത്തു വെച്ച ഗ്യാസ് കുറ്റി എടുക്കാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന സമയത്ത് തൊട്ട് അതിൻ്റെ ഒരു ശബ്ദം ഇവിടെയുണ്ട്. കാരണം ഇവിടെ മറ്റിപ്പോൾ പട്ടിയോ കാര്യങ്ങളും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് ഇത് മനസ്സിലാവും ആ ശബ്ദം. അപ്പോൾ അത് പിന്നെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഞാൻ പറഞ്ഞ ഹൈറ്റും കാലിൻ്റെ വണ്ണവും എല്ലാം കൂടി പറഞ്ഞെന്ന് വെച്ച് നോക്കുമ്പം റേഞ്ചറുടെ നിഗമനം അനുസരിച്ചിട്ട് അതൊരു പുലി വർഗത്തിലേക്ക് പോകാനാണ് സാധ്യത. രണ്ടാമതിനകത്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത് കടന്നുപോയി ഞങ്ങൾ ഇലക്ട്രിസിറ്റി ഓഫീസിൽ നിന്ന് കവര വന്നപ്പോഴേക്കും ഞങ്ങൾ റോഡിലോട്ട് എല്ലാവരും ഇറങ്ങി. അപ്പോൾ ഇവിടെ രൂക്ഷമായ ഗന്ധം എന്ന് വെച്ചാൽ നമ്മളൊരു ചീഞ്ഞ ഇറച്ചി ഒരു 2-3 ദിവസമായി ഇറച്ചീൻ്റെ ഒരു സ്മെല്ലുണ്ടല്ലോ, ആ സ്മെല്ലായിരുന്നു ഇത് കടന്നുപോയ വഴിക്ക് ഒരു 10-15 മിനിറ്റ് നേരം ആ ഗന്ധം ഭയങ്കരമായിട്ട് നിന്നിരുന്നു. 2-3 ദിവസമൊക്കെ ഇറച്ചി പഴകിയിട്ട് അതിൻ്റെ ഇറച്ചി വഴിയ സ്മെല്ലുമല്ല, അതിനേക്കാൾ വൃത്തികെട്ടൊരു ഗന്ധം ഉണ്ടല്ലോ. നമ്മൾ എന്താ പറയുക, നമ്മളിപ്പോൾ ഒരു പട്ടിയൊക്കെ പുഴുത്ത് കഴിഞ്ഞാലുണ്ടാകുന്നൊരു വാസനയുണ്ട്, നമുക്കത് അസഹനീയമായ ഛർദ്ദിക്കാൻ വരുന്ന സൈസ്. അത്തരത്തിലൊരു സ്മെല്ല് എനിക്ക് തോന്നുന്നൊരു 10-15 മിനിറ്റ് നേരെയെങ്കിലും ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ നന്നായിട്ട് അനുഭവപ്പെട്ടു ഇവിടെ. അപ്പോൾ അതൊക്കെ ഈ വിവരങ്ങളൊക്കെ പറയുമ്പോഴാണ് റേഞ്ചർ പറയുന്നത് ഈ കടുവയോ പുലിയോ ആണ്. അപ്പോൾ പക്ഷേ നമ്മളിതിൻ്റെ ഹൈറ്റും കാര്യങ്ങളൊക്കെ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ പുലിയാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഇത് 1 മണിക്കൂറോളമായിട്ട് നമ്മുടെ വീടിൻ്റെ ഈ ചെറിയൊരു ഇഞ്ചമുള്ളു കൂടിയ സ്ഥലത്തുണ്ട്. അവിടെ അതിൻ്റെ സാന്നിധ്യം നമ്മൾ പിന്നീട് നോക്കുമ്പോഴുണ്ടാകുകയും പിന്നെ രണ്ടാമത് കാണിച്ചിട്ടോ ഇതുണ്ടായിരുന്നു, അത് ഇവിടെ ഇവിടെയാ ഇതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് പുറയിലായിട്ട്. അപ്പോൾ ഞങ്ങളുടെ ഒരു നിഗമനം അനുസരിച്ച് നമുക്ക് റേഞ്ചറൊക്കെ വന്ന് പരിശോധിച്ചല്ലോ, അവരെ പരിശോധന അനുസരിച്ച് അവർ പറയുന്നത് വെച്ചാൽ ഈ സാധനം ഇതിലെങ്ങാനും വന്നിട്ട് ഇങ്ങോട്ട് കയറാൻ നോക്കിയിട്ടുണ്ടാവും. ഇങ്ങോട്ട് കയറുമ്പോഴുള്ള പ്രശ്നം താഴെ തിണ്ടും കമ്പിവേലിയാണ്. അപ്പോൾ അതവിടെ കയറാൻ ശ്രമം നടത്തുന്ന സമയത്തായിരിക്കും ഞാൻ നടക്കാനായിട്ട് വന്നത്. അതാണ് അവിടെ 2 മിനിറ്റ് നേരം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സാധനം വെയിറ്റ് ചെയ്തിട്ടുണ്ട്. കാരണം ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും, കാരണം ഇതിൽ പിടിച്ചു കയറാനുള്ള പല ശ്രമവും അതിൽ നടത്തിയിട്ടുണ്ടാവും. വീണ്ടും അത് റിട്ടേൺ ചെയ്ത ഭാഗമാണ്. കാരണം അത് വന്ന വഴി ഇങ്ങനെയായിരിക്കും വന്നത്. ഇതിൽ കയറിപ്പോകാന്ന് വെച്ചാൽ പറ്റാതെ അപ്പോൾ വന്ന വഴിക്ക് തന്നെ ഇറങ്ങിയ ഭാഗമായിരിക്കും ഇത് കണ്ടത്. അപ്പം ഇവിടുന്ന് ഇതിൻ്റെ അങ്ങേ ചെരുവിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ വെട്ടിത്തെളിപ്പിക്കാത്ത ഈ ധാരാളം തോട്ടങ്ങൾ അവിടെ ഉണ്ട്. ആ ക്യാമറ വെച്ചേക്കുന്നത് എവിടെയാ? ക്യാമറ അതിൻ്റെ ഉള്ളിലാണ് റബ്ബർ തോട്ടത്തിൽ. ഇവിടെ 2 ക്യാമറ വെച്ചേക്കുന്നത് അതിൻ്റെ താഴെ സൈഡാണ്. സ്കൂൾ ഇവിടെയല്ലേ? അതല്ലേ. അപ്പോൾ ഇന്നലെ ആ ഇതുണ്ടോ, ഇതാണ് നമ്മുടെ സ്കൂള്. ഇവിടെ അല്ലേ? ഇത്ര അടുത്താണ് സ്കൂള്. നമ്മളുണ്ടോ ഈ ഏരിയയിൽ നിന്നാണ് ഇന്നലത്തെ രാത്രിത്തെ ബഹളങ്ങൾ. ഈ ബസ് കിടക്കുന്നതിൻ്റെ അപ്പുറം ഈ ബസ് കിടക്കുന്നതിൻ്റെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ആ വാഴക്കൂട്ടമൊക്കെ ഉണ്ടല്ലോ, ആ വാഴക്കൂട്ടം ഈ ഇല്ലി കണ്ടോ, ഈ ഇല്ലി കിടക്കുന്നുണ്ടോ? ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ബഹളങ്ങളൊക്കെ ഇന്നലത്തെ. അതായത് സ്കൂളിൻ്റെ മുറ്റത്തു നിന്നോ? സ്കൂള് പിന്നെ സ്കൂളിൻ്റെ ഗ്രൗണ്ടിൻ്റെ സൈഡാണത്. അത് ഇന്നലെ ഒരു 1.5 മണിക്കൂർ ഉണ്ടായിരുന്നില്ലടാ. ഇവിടുന്നൊക്കെ സുഖമായിട്ട് ഇറങ്ങി വരാമല്ലോ അല്ലേ? ഇവിടെ മുള്ളുവേലി ഇല്ലല്ലോ. ഇറങ്ങി ഒരു കയറി പോവുകയൊക്കെ ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ പക്ഷികൾ കൂട്ടമുണ്ട്. അതല്ല, അല്ലെങ്കിൽ ഇതിന് തിണ്ടാന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ, ഇത് കഴിഞ്ഞ് തിണ്ട കഴിഞ്ഞു, പിന്നെ റബ്ബർ തോട്ടത്തിൽ കൂടി കുറുക്കി ഇങ്ങോട്ട് വരാം. പക്ഷേ ഇപ്പം സാറ് പറഞ്ഞു ഇവിടെ 5-8 പട്ടികൾ ഗ്രൗണ്ട് ഉണ്ടായിരുന്ന ഒരൊറ്റ പട്ടി ഇപ്പോൾ ഗ്രൗണ്ടിലില്ല. മറ്റേ സാറ് വന്ന് രാവിലെ പട്ടീനെ ഓടിച്ചു വിട്ടിട്ടാണ് പിള്ളേർ വരുമ്പോൾ സാറ് നല്ല പട്ടീനെ പിടിക്കുന്നത് പുലിയാണ്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം പരിഗണിച്ചിട്ടാണ് ഈ റേഞ്ചറുടെ അഭിപ്രായം പറഞ്ഞത് അത് പുലിയാവാനാണ് സാധ്യത. പിന്നെ നമ്മൾ കണ്ടതാണെങ്കിലും ഹൈറ്റ് കുറവാണ് ഇതിന്. ഹൈറ്റ് കുറവാണ്. അപ്പോൾ പിന്നെ കാലിന് ഈ അവർ പറഞ്ഞ വെച്ചാൽ കടുവേൻ്റെ ആകുമ്പോൾ കാലിൻ്റെ വണ്ണം ഉണ്ട്, അതിൻ്റെ ഇതും വിട്ടു കൂടുതലാണ്. പക്ഷെ ഇത് അത്രയും ഒരു വണ്ണം നമുക്ക് കാലൊക്കെ കണ്ട് ശരിക്കും കാല് കാണാം. കാരണം എൻ്റെ വീടിൻ്റെ മുറ്റം ഇത്തിരി ഹൈറ്റ് ഉള്ളതുകൊണ്ടും താഴെ ഇതായതുകൊണ്ടും കാണും കാലും ഭാഗമാണ്. പക്ഷെ നമുക്ക് അതിൻ്റെ ഡിസൈൻ മനസ്സിലാകാതെ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ അവിടെ നിന്ന് ഒരു ഫോക്കസ് ലൈറ്റ് ഇങ്ങോട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിലേക്ക്. അതുകൊണ്ട് മനസ്സിലായില്ല. അതുകൊണ്ടല്ല, പിന്നെ തെങ്ങിൻ്റെ നിഴലും വന്നു, അതുകൊണ്ട് അതിൻ്റെ നമുക്ക് ഡിസൈൻ എന്താ മനസ്സിലാകില്ല. പക്ഷേ അതിൻ്റെ ഹൈറ്റും പിന്നെ നീളമൊക്കെ ഉണ്ട്, വയറൊക്കെ കൊട്ടിയതാണ്. ഒരു അവശത പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ക്യാമറ സ്മെല്ലുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പരിക്കുണ്ടാകാനും സാധ്യതയുണ്ട്. ചിലപ്പോൾ അതിന് ഉണ്ടായ പരിക്കാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും ജീവനെ കൊന്ന് തിന്നിട്ട് ഇവർ പറയുന്നത് വെച്ചാൽ ഇതിൻ്റെ വായിൽ നിന്ന് ഈ സ്മെല്ല് വരുമെന്ന്. ഇത് പഴകിയ ഇറച്ചിയാണല്ലോ തിന്നുന്നത് അധികവും. അപ്പോൾ ഇതിൻ്റെ വായിൽ നിന്ന് ഇതിൻ്റെ വായിൽ ഉമിനീരിൽ നിന്ന് ഈ സ്മെല്ല് ഉണ്ടാവും കുറേ നേരത്തേക്ക് ആ പരിസരത്ത് ഉണ്ടാവും. അപ്പോൾ പുലി ഏത് ചെറിയ സാഹചര്യത്തിലും ജീവിക്കുമ്പോൾ ഇതിൻ്റെ ആ ചെരുവുണ്ട്, അത് കാടെന്ന് ഫോറസ്റ്റ് അല്ല കേട്ടോ, എൻ്റെ ഈ കാട് വെട്ടിത്തെളിക്കാണ്ടുള്ള കാടല്ലേ? കാട് വെട്ടിത്തെളിക്കാത്തുള്ള കാട്. കൃഷിക്കാരനെ വെട്ടിത്തെളിക്കാൻ മുതലാവുന്നുമില്ല. അതെ, റബ്ബറിനും വില കുറവാണല്ലോ. ഈ റബ്ബർ തോട്ടം അത്ര തന്നെ കാടില്ല. പക്ഷെ അവർ പറഞ്ഞാൽ വെച്ചാൽ ഇതിൻ്റെ ഇതുകൊണ്ട് ഗ്രൗണ്ട് തീർന്നു. ഗ്രൗണ്ട് ഇരുന്നാൽ താഴോട്ട് ഈ പുല്ല, ഈ പൊക്കം ഉണങ്ങി നിൽക്കുന്ന പുല്ല ഇതിലായിരിക്കും കയറിയിട്ടുണ്ടാവും. മരത്തിൽ അവിച്ചതെന്ന് പറഞ്ഞു. അവരിവിടെ കാൽപ്പാടിനൊക്കെ നോക്കിയോ? കാൽപ്പാടൊക്കെ അല്ല, അത് നടക്കുന്നില്ല. ഇത് ഉണങ്ങിക്കിടക്കുന്നത് കൊണ്ട് രക്ഷയില്ല. കിട്ടുമല്ലേ? അതൊക്കെ അവരിന്ന് പരമാവധി നോക്കിയിട്ടോ. അതാണോ സാധനം ഈ റബ്ബറെ കെട്ടിയിട്ടേക്കുന്നത്? എന്താ പുല്ലല്ലേ?
അല്ല ഈ റബ്ബറെ കെട്ടിയിട്ടിരിക്കുന്നതാണ് ക്യാമറ. മനസ്സിലായി. ഇല്ലേ? അതെ അത് ക്യാമറ ഇവിടെ വെച്ചേക്കുന്നല്ലേ? ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് കണ്ടോ, അതിൻ്റെ അങ്ങേ ചെരുവിൽ 2 ക്യാമറ വെച്ചിട്ടുണ്ട്. അവിടെ വെച്ചിട്ടുണ്ട്. അത് കണ്ടോ, കാടാ. അതാ ഗ്രൗണ്ട് കഴിഞ്ഞ് നോക്കി പൊന്തി നിൽക്കുന്നതാണ്. തെളിക്കാണ്ടിട്ടേക്കുന്നല്ലേ? തെളിക്കാണ്ടിട്ടേക്കുന്നത്. ഇതിൻ്റെ താഴെ ഒരു റോഡുണ്ട്. ഇതാണ് ജഡേറ്റിങ്ങ അമ്പലം ആണല്ലേ? ഇവിടെയൊക്കെ എത്ര വിശ്വാസികൾ വരും. വേറെ ആരെങ്കിലും ഇവിടെ കണ്ടിട്ടുണ്ടോ? വേറെ ഇവിടെ മിനിഞ്ഞാന്ന്, അതായത് ഞാൻ ഈ കണ്ടതിൻ്റെ തലേൻ്റെ തലേദിവസം റോയൽപടി എന്ന് പറയും. ഇതിന് നേരെ അങ്ങേ ചെരുവ്. അതിൽ ഓട്ടോറിക്ഷക്കാരൻ വരുമ്പം കണ്ടിട്ടുണ്ട്. അത് എന്തിനാണ്? അതിപ്പോൾ ഈ കടുവ എന്നാണ് ഇതൊക്കെ കോമൺ ആയിട്ട് പറയുന്നത്. ഈ പറഞ്ഞ പോലെ കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അത് കടുവയാണോ പുലിയാണോ എന്ന് ഈ പറഞ്ഞ പോലെ ഒറ്റയടിക്കാണല്ലോ ഇതെല്ലാം കാണുന്നത്. പിന്നെ അയാൾ പറഞ്ഞപ്പോഴേക്കും അയാളെയും കളിയാക്കും. എന്നാ കാരണം ഇതൊക്കെ പേരിന് വേണ്ടി പ്രശസ്തിക്ക് വേണ്ടി പറയുന്നതെന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ അയാൾ പറഞ്ഞ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇവിടെ എല്ലാവർക്കും അറിയാം. അയാൾ ഇങ്ങനെ വരുന്ന സമയത്ത് റോയൽപടി എന്ന് പറയുന്നത് ബത്തേരി റൂട്ടാണ് അത്. പക്ഷേ അവിടെ നിന്ന് നേരെ കുറുക്കാണ് ഇങ്ങോട്ട്. അത് അവിടെ നിന്നൊക്കെ കുറുക്കിന് കിടക്കുവാണെങ്കിൽ ഒരു 500 മീറ്റർ കൊണ്ട് ഇപ്പുറം എത്താം. പുള്ളി കടുവേനെ കണ്ടെന്നാ പുള്ളി പറഞ്ഞേ? പുള്ളിനെ കടുവേനെ കണ്ടുതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ. പക്ഷേ എനിക്കത് ഞാൻ ആദ്യത്തെ കണ്ടുകാഴ്ചയിൽ കടുവ എന്ന് പറഞ്ഞാലും ഉദ്യോഗസ്ഥർ വന്ന് അതിൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു വരുമ്പോൾ എന്താണ്, നമുക്കൊരു പുലിയുടെ നമ്മൾ കണ്ടത് അവർ പറയുന്നതായിട്ട് നോക്കാം. നമുക്കിതിനൊന്നും നേരത്തെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്തുള്ള എക്സ്പീരിയൻസ് ഇതിനകത്തില്ലല്ലോ. നമ്മൾ പെട്ടെന്ന് കണ്ടു കാഴ്ചയിൽ കടുവ എന്നാണ് ഇവിടെ ഇപ്പോൾ കടുവ കൂടുതലുള്ളതുകൊണ്ട്. അതെ. അപ്പോൾ ഈ അടുത്തല്ല മറ്റേ അമരക്കുനിയിലൊക്കെ അല്ലേ? അമരക്കുനിയിലൊക്കെ കടുവയാണല്ലോ അധികം കാണുന്നത്. അപ്പോൾ ഇന്നിതാ ഒരു പട്ടീനെ പിടിച്ചിട്ടുണ്ട് ഇവിടെ വേലിയമ്മ സൈഡിൽ. പക്ഷേ ഉദ്യോഗസ്ഥർ വന്ന് നോക്കുമ്പോൾ അത് കടുവയും പുലിയും അല്ല എന്നാണ് പറയുന്നത്. പട്ടി എത്തും എന്താണേലും. ഇന്നിപ്പം ഉണ്ടല്ലോ വേലിയമ്മത്ത്. ആ ദീപ ഷാജി എന്ന് പറയും. കഴിഞ്ഞ ദിവസം ഇവിടെ കടുവനെ കണ്ടു എന്ന് പറഞ്ഞില്ലേ? അവർ ഒരു മറ്റേ ഓൺലൈൻ മീഡിയത്തിൻ്റെ ഇതും കൂടിയാണ്. അപ്പോൾ അവരിന്ന് ഇതിലിട്ടിട്ടുണ്ട്. പറഞ്ഞിപ്പോൾ വെയിലും ചൂടൊക്കെ കൂടുതലായതുകൊണ്ട് ഇനി വരുന്ന മാസങ്ങളിൽ ഇതിൻ്റെ നാട്ടിലെ സാന്നിധ്യം കൂടുമെന്നാണ് പറയുന്നത്. കാട്ടിൽ ചൂട് കൂടി, കാട്ടിൽ വെള്ളം കുറവ്, തണുപ്പില്ല തീരെ. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഉൾപ്രദേശത്തും ടൗണും എല്ലാം ഒരുപോലെയായി. നമുക്കിനിയിപ്പോൾ ഒരു 3-4 വർഷം കൊണ്ട് ഗൂഡല്ലൂർ ഫേസ് ചെയ്യുന്നതിനേക്കാൾ ഭീകരമായൊരു സ്ഥിതി നമ്മളിവിടെ ഫേസ് ചെയ്യുക. അതിൽ ഏറ്റവും നമ്മളെ ബുദ്ധിമുട്ടിലാക്കുന്നതാണ് നമ്മുടെ മക്കൾക്ക് സ്കൂളിൽ പോയിട്ട് വരാൻ പറ്റാതിരിക്കുക എന്നുള്ളതാണ്. ഇപ്പം മുതിർന്നവർക്ക് എന്ത് പറ്റിയാലും നമുക്ക് അതിനകത്ത് എന്താ പറയുക, ഇപ്പം ഒരു ആക്രമണം എന്ത് പറ്റും. പക്ഷേ കുഞ്ഞുങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ട് വരിക എന്ന് പറഞ്ഞാൽ ആരെ സംബന്ധിച്ച് അത് സഹിക്കില്ല. അപ്പോൾ കുഞ്ഞുങ്ങളെങ്ങനെ സ്കൂളിൽ പോയിട്ട് തിരിച്ചു വരും. ഇപ്പം എല്ലാ ദിവസവും കാരണന്മാർക്ക് ഈ പിള്ളേരെ വണ്ടിക്ക് കൊണ്ടുവന്ന് സ്കൂളിലും ഇടയ്ക്ക് തിരിച്ചു കൊണ്ടുപോകാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പം എൻ്റെ മകൻ തന്നെ ഇപ്പോൾ അവിടെ നിന്ന് വന്ന് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസമൊക്കെ അവൻ ടൗണിലുള്ള സ്കൂളിലാണ് പഠിക്കുന്നത്. പുൽപ്പള്ളിയിൽ നടന്നു വന്നുകൊണ്ടിരുന്നു ഇടവഴിക്ക്. ഇപ്പോൾ ഇടവഴിക്കുള്ള നടത്തുന്നത് വെച്ചാൽ നമ്മുടെ സർവ്വ സ്വാതന്ത്ര്യം എന്ത് ചെയ്യാണ്, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നുള്ളതാണ്. മറ്റേ കുഞ്ഞുങ്ങൾ സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ അവർ സാധാരണ നടക്കുന്ന ഇടവഴികളിലൂടെ അല്ലെങ്കിൽ കിളികളെ കണ്ടും അല്ലെങ്കിൽ ഒക്കെ ആയിട്ട് വർത്തമാനം പറഞ്ഞ് വരാവുന്നൊരു സാഹചര്യം എല്ലാം മാറിയിട്ട് ഇപ്പം ത്രൂ പിന്നെ വണ്ടി ടു സ്കൂള്, സ്കൂൾ ടു വീട്, ആ രീതിയിലേക്കായി. അപ്പം ഈ വളർന്നു വരുന്ന തലമുറയെ സംബന്ധിച്ചെന്ന് വെച്ചാൽ അവരുടെ എൻ്റെ മകനൊക്കെ അല്ലെങ്കിൽ എൻ്റെ മകനെ പോലുള്ളവർക്കൊക്കെ സ്കൂളിൽ നിന്ന് നടന്ന് വീട്ടിലേക്ക് വരാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഈ സമയത്ത് നമ്മൾ എന്ത് ധൈര്യത്തിൽ അവിടെ നടത്തി വിടും? സത്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ എൻ്റെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആളുമായിട്ട് ഞങ്ങളൊന്ന് പെരിന്തൽമണ്ണ പോയിട്ട് വന്നു. അപ്പോൾ ഈ മെയിൻ റോഡിൽ ഇറക്കി വിടുമ്പോൾ അവനെന്നോട് പറഞ്ഞു, ബാബുചേട്ടാ എന്നെ വീടിൻ്റെ ഉള്ളിലോട്ട് അങ്ങോട്ട് വിടണം മുറ്റത്തേക്ക്. സത്യത്തിൽ പറഞ്ഞത് ഈ മെയിൻ റോഡിൽ നിന്ന് 25 മീറ്ററുള്ള ഒരു വീട്ടിലേക്ക്, പക്ഷേ 2 സ്ഥലം വാഴ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ വളരെ കളിയാക്കിയിട്ടാണ് അവൻ്റെ വീടിന് മുറ്റത്തുകൊണ്ട് ഇറക്കിയത്. കാരണം അവിടെ 10 കാച്ചൊന്ന് വീടാണ്. പക്ഷേ ഇപ്പോൾ നമുക്കതിന് ഗൗരവം മനസ്സിലായി. എന്താണ് ഈ വാഴേൻ്റെ ഇടയ്ക്ക് പിടിങ്ങി ഇന്ന് പിടിച്ചുകൊണ്ട് പോയാലും ഒരു മനുഷ്യനും ഇത് അറിയില്ല. അപ്പോൾ കുഞ്ഞുങ്ങളുടെ ഒരു സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു എന്നുള്ളത് ഭയങ്കര ഒരു കളിക്കാൻ പോകാൻ പറ്റുന്നുണ്ട്. മൊത്തത്തിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇരിക്കുന്നപ്പോൾ നമ്മുടെയൊക്കെ പിള്ളേർ ശനിയാഴ്ചയോ ഞായറാഴ്ചകളിലൊക്കെ ഒഴിവ് കിട്ടുന്ന സമയത്ത് ഇവരുടെ ഏറ്റവും വലിയ ഹോബി എന്ന് പറഞ്ഞാൽ മറ്റു പരിപാടിക്ക് പോകുന്ന പിള്ളേർക്ക് ഫുട്ബോൾ അല്ലെങ്കിൽ ക്രിക്കറ്റാണ്. അങ്ങനെ നമ്മൾ ഈ പിള്ളേരെ പറഞ്ഞു വിടും ധൈര്യമായിട്ട്. എവിടെ ഇവരെ കളിക്കാൻ പറഞ്ഞു വിടാൻ പറ്റും. കാരണം ഇവർ കളിച്ചിട്ട് വരുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് എന്താ അപകടം. അപ്പം നമ്മുടെ കയ്യും കാലും സത്യത്തിൽ പറഞ്ഞാൽ കെട്ടപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇന്നിപ്പം വയനാടൻ ജനത മൊത്തത്തിൽ എല്ലായിടത്തും വയനാടൻ ജനത പൊതുവെ ആ വിഷയം ഫേസ് ചെയ്യുന്നുണ്ട്. വീട്ടിൽ നിന്ന് വാഹനത്തിൽ കയറുക, അത് കഴിഞ്ഞാൽ സ്ഥലം കഴിഞ്ഞാൽ വീണ്ടും വാഹനത്തിൽ കയറുക, തിരിച്ച് വീട്ടിൽ വന്നിറങ്ങുക എന്നുള്ളൊരു അവസ്ഥയിലേക്ക് നമ്മളിപ്പോൾ ഇത് മാറി. അതേപോലെ തന്നെ മോർണിംഗ് വാക്ക് ഒരു വലിയ പ്രശ്നമായി മാറിയിപ്പോൾ. പലർക്കും പോകാൻ പറ്റുന്നില്ല. പലർക്കും നമ്മൾ എന്ത് ധൈര്യത്തിൽ നമ്മളൊരു മോർണിംഗ് വാക്കിന് ഇറങ്ങും. ഇവിടെയൊക്കെ ആന പിന്നെ വേലിയമ്മ സൈഡിൽ ധാരാളം ഉണ്ട്. ആ മെയിൻ റോഡിൽ കൂടിയൊക്കെ ആന, കുറിച്ചിപ്പറ്റ മെയിൻ റോഡിൽ കൂടി ആന നടക്കുന്നുണ്ട്. പക്ഷേ ഈ മോർണിംഗ് വാക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ആളുകൾക്ക് പോകാൻ ധൈര്യമില്ല. കാരണം വീട്ടിൽ നിന്ന് നമ്മൾ ഒറ്റയ്ക്ക് പൊതുവേ നമ്മളിപ്പോൾ എല്ലാവരും കൂട്ടമായിട്ടില്ല പോവുക. ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കുമ്പോൾ വീട്ടിലുള്ളവർക്ക് സമാധാനമില്ല. ഇത് കാരണം ഇത് മുമ്പ് അങ്ങനെയല്ല, നമ്മൾ വനംപ്രദേശങ്ങൾ ഒഴിവാക്കി നടന്നാൽ മതിയായിരുന്നു. ഇപ്പോൾ വനംപ്രദേശം എന്നോ നഗരപ്രദേശം എന്നോ ഗ്രാമപ്രദേശം എന്നോ വ്യത്യാസമില്ല. ഇത് എവിടെയും ഈ സാധനം പതിയിരിക്കുന്നു എന്ന് തോന്നിയാൽ പിന്നെ എങ്ങനെ സമാധാനമായിട്ട് നമുക്ക്. അപ്പോൾ നിത്യജീവിതം മൊത്തത്തിൽ പറഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഇന്നലെ ഇപ്പോൾ എന്നോട് ഇവിടെ ചായക്കടക്കാർ ഇന്നലെ ഇങ്ങനെ പുലിയുടെ സാന്നിധ്യം ടൗണിലുണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് ഒരു ചായക്കടക്കാർ പറയാണ് അവിടെ കച്ചവടം തന്നെ പുതിയായിപ്പോയി. കാരണം എന്താ, പണിക്ക് പോകേണ്ട ആളുകൾ
ഭൂരിപക്ഷം പേരും പോയില്ല. കാരണം ഇത് എങ്ങോട്ടാണ് പോയിരിക്കുന്നത് എന്താണെന്ന് അറിയില്ല. കടുവ പുലി എന്ന് പറയുന്ന സംഭവമാണ്. അപ്പോൾ ഇന്നലെ പല ആളുകളും എന്ത് ചെയ്തില്ല, പണിക്ക് പോയില്ല, തോട്ടത്തിലെ മറ്റേ ആവശ്യങ്ങൾക്ക് പുല്ല് വെട്ടാൻ പോയില്ല. അപ്പം ഈ പരോക്ഷമായി പറഞ്ഞാൽ ടൗണിൽ ചെന്ന് ബിസിനസ്സിനെ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ദിവസം ഒരു സ്ഥലത്ത് പുലി ഇറങ്ങി കടുവ ഇറങ്ങി എന്ന് പറഞ്ഞാൽ അത് ബാധിക്കുന്നുണ്ടെന്നുള്ള വലിയ പ്രശ്നമാണ്. ഇപ്പം നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നു, ബാബുചേട്ടൻ പറയുന്ന കാര്യങ്ങളൊക്കെ കേട്ടു. അദ്ദേഹം കണ്ടത് കടുവയാണോ പുലിയാണോ എന്നുള്ളത് വ്യക്തമായില്ല. പക്ഷേ എന്തായാലും ഒരു വന്യജീവി തന്നെയാണ്. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒരെണ്ണം തന്നെയാണ്. പക്ഷേ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അത് പുലിയാകാനായിട്ടാണ് സാധ്യത എന്നാണ് പറയുന്നത്. പക്ഷേ എന്തായാലും അതിന് ഇനി ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അതിനിപ്പോൾ സ്ഥിരീകരണം വന്നു കഴിഞ്ഞാലേ നമുക്ക് അത് കൂടുതൽ വ്യക്തമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഏതായാലും കടുവയാണെങ്കിലും പുലിയാണെങ്കിലും ഈ പരിസരത്തിലൊക്കെ ഇവിടെയൊക്കെ സ്കൂളും തികഞ്ഞ ജനവാസ മേഖലയായിട്ടുള്ള സ്ഥലങ്ങളാണ്. ഇവിടെയൊക്കെ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി നടക്കുന്ന പ്രദേശമാണ്. ഇവിടെ ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ കൊണ്ട് ഇപ്പോൾ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് ഇവർക്കൊക്കെ വരുന്നുണ്ട്. ഒരു 1.5 മാസം മുന്നെയാണ് അമരക്കൂനി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ കണ്ടതാണ്. ഒരു 8-10 ദിവസം അവിടെ ഒരു 5 ആടുകളെ അടക്കം കൊന്ന് ജനങ്ങളെല്ലാം മുൾമുനയിൽ നിർത്തിയ ആ ഒരു വിഷയം ഉണ്ടായിരുന്നു. അതിനുശേഷം ആ കടുവേനെ കൂട് വെച്ച് പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത് ആ ഒരു പ്രദേശത്ത് നിന്ന് അധികം ദൂരമൊന്നും ഇല്ല, ഇങ്ങോട്ട് 3-4 കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ടുള്ള ഒരു പ്രദേശമാണ് അത്. ഇതെല്ലാം ഒരു പഞ്ചായത്തിൻ്റെ കീഴിലൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഏതായാലും ഇത്തരത്തിൽ വന്യമൃഗങ്ങൾ കൊണ്ട് വയനാട്ടിലെ ഓരോ പ്രദേശവും ഓരോ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ആനയായിട്ടും കടുവയായിട്ടും പുലിയായിട്ടും. ഇപ്പോൾ ഇന്നത്തെ ന്യൂസിൽ നമ്മൾ കണ്ടു, തൃശ്ശൂർ ഭാഗത്ത് ഒരാൾ കാട്ടുപോത്തിൻ്റെ കുത്തേറ്റ് മരിച്ചു വന്നു. അങ്ങനെ ഓരോ ദിവസവും വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്ന സാഹചര്യം കൂടെ ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ്. ഏതായാലും ഇത്തരത്തിലാണ് ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു അവസ്ഥ മൊത്തത്തിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് എവിടെയാകും, എന്താകും, എങ്ങനെ പോയി അവസാനിക്കുമെന്നൊന്നും നമുക്ക് ആർക്കും പറയാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണുള്ളത്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിൽ കാണിക്കാനുള്ളത്. വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.